ഒരു ഹോസ്റ്റൽ ടൂർ ആയാലോ? കോളേജിൽ നിന്ന് ഒരു 3 മിനിറ്റ് പോക്കും. ഇതാ നമ്മുടെ ഹോസ്റ്റലെത്തി. ആദ്യം തന്നെ ഇന്റേൺസിന്റെ ഹോസ്റ്റലാണ്. അടുത്ത് നസീംകാരുടെ ഹോസ്റ്റൽ വരുന്നുണ്ട്. വിത്ത് അറ്റാച്ച് ബാത്റൂമാണ്. എപ്പോഴും ഒരു ഹെറിറ്റേജ് വൈബ് തോന്നാറുണ്ട് ഇവിടെ. ഫൈനലി ഇതാണ് നമ്മുടെ ഹോസ്റ്റല്. മൊത്തം ഇവിടെ 4 ഫ്ലോറാണുള്ളത്. ബേസ് ഫ്ലോറിൽ നമ്മുടെ ജൂനിയേഴ്സ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഓരോ ഇയർ മാറുന്തോറും നമ്മുടെ ഫ്ലോറും മാറും. കാണിക്കുമ്പോൾ ഏറ്റവും വൃത്തിയുള്ള റൂം കാണണ്ടേ, അതുകൊണ്ട് എൻ്റെ റൂം കാണിക്കുന്നില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ റൂം കാണിക്കാം. അപ്പോൾ ഒരു റൂമിൽ 3 പേര്. AC റൂംസ് അവൈലബിൾ ആണ്. കെറ്റിൽ ലൈം ബോക്സ് ഒക്കെ കൊണ്ടുവരാം. പുറത്തേക്കുള്ള വ്യൂ പറയേണ്ടത് തന്നെയാണ്. എസ്പെഷ്യലി ഇങ്ങനെ മഴക്കാലത്തൊക്കെ നല്ല രസമാണ്. ഓൾസോ ദ സൺസെറ്റ്. നമ്മുടെ സ്നാപ്പും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും ഫുള്ള് തന്നെ ആയിരിക്കും. നമുക്ക് അറ്റാച്ച് ബാത്റൂം അല്ല, പക്ഷെ ഒരു ഫ്ലോറിൻ്റെ 2 കോർണറിലും വാഷ്റൂം സെക്ഷൻസ് വരുന്നത്. യൂറോപ്പിന് എന്തിനുണ്ട്. ഇതാണ് ഷവർ ഏരിയ. ലൈറ്റ് കോട്ടൊക്കെ കല്ലും ഇട്ടിട്ട് തന്നെ കഴുകണം. അപ്പോൾ അതാ പുറത്ത് നമുക്ക് അലക്ക് കല്ലും. സോ ഇങ്ങനൊക്കെയാണ് റൂംസ് വരുന്നത്. അതുപോലെ ഓരോ ഫ്ലോറിൽ 3-4 കോമൺ റൂംസ് ഉണ്ട്. പഠിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. ഞാൻ ബേസ് ഫ്ലോറിൽ പോയപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ റൂമെല്ലാം ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാം. എല്ലാവരും നല്ല ഡോക്ടർ ആവട്ടെ. ബൈ ബൈ.